Welcome to Geeta's Bhakti Geetam, one day one slogam, Srimad Mahabhagavata Mahatmyam, 355th day. Today, 45th sloka of 5th chapter. For details, please see the description box. Geeta's Bhakti Geetam, ഒരു ദിവസം ഒരു ശ്ലോകം, ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 355 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 45ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 45ാമത്തെ ശ്ലോകം. യദൈവാസനമാസ്തായ ഗോകർണോ കഥയത് കഥാം സപ്രേതോപി തഥായാത സ്ഥാനം പശ്യന്നിതസ്തഥാ. യദൈവാസനമാസ്തായ ഗോകർണോ കഥയത് കഥാം സപ്രേതോപി തഥായാത സ്ഥാന്യം പശ്യന്നിതസ്തഥാ. ഓം തത്സത്. ഗോകർണൻ ഭാഗവതം വായിക്കുവാൻ ഉത്കൃഷ്ടമായ ആസനത്തിൽ ഇരുന്നപ്പോൾ ദുന്ദുകാരിയുടെ പ്രേതം അവിടെ തനിക്കിരിപ്പാൻ ഉചിതമായ ഒരു സ്ഥാനത്തെ നോക്കിക്കൊണ്ട് വന്നു ചേർന്നു. ആ ദുന്ദുകാരിയുടെ പ്രേതത്തിന് മോക്ഷം ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ സപ്താഹ പാരായണം സൂര്യഭഗവാൻ ഉപദേശിച്ചത് പ്രകാരം ഗോകർണൻ ആരംഭിക്കുന്നത്. ഗോകർണൻ അപ്രകാരം ഒരു ആസനത്തിൽ വ്യാസപീഠത്തിൽ ഇരുന്ന് ശ്രീമദ് മഹാഭാഗവതം പാരായണം ചെയ്യുമ്പോൾ വ്യാസപീഠത്തിൽ സുഖാസനത്തിൽ ഇരുന്ന് വേണം, വളരെ ശ്രദ്ധയോടുകൂടി വേണം പാരായണം ചെയ്യാനും അനുസ്മരിക്കുവാനും. അതുകൊണ്ട് തന്നെ അപ്രകാരം ഗോകർണൻ ഇരുന്നപ്പോൾ ആ പ്രേതം അതിൻ്റെ സ്ഥാനത്ത് പോയി ഇരിക്കാൻ പറഞ്ഞിരുന്നു. അവിടെ നിന്നും വന്ന് തനിക്ക് ഇരിക്കാൻ ഉചിതമായ ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. യദൈവാസനമാസ്തായ ഗോകർണോ കഥയത് കഥാം സപ്രേതോപി തഥായാത സ്ഥാനം പശ്യന്നിതസ്തഥാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.